ഈ ഒരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണേ. ക്വസ്റ്റ്യൻ ഇതാണ്: എ പേഴ്സൺ കൺസ്ട്രക്ട് എ ബിൽഡിംഗ് ഓഫ് പ്ലിന്ത് ഏരിയ 100 മീറ്റർ സ്ക്വയർ ഓൺ എ പ്ലോട്ട് ഓഫ് ലാൻഡ് ഇൻ എ സർട്ടൻ ലൊക്കാലിറ്റി അറ്റ് എ കോസ്റ്റ് ഓഫ് 95,000 rupees. Height of the building from ground level to the top of the roof is 3.5 meter and parapet wall of height 80 centimeter is constructed on the terrace. Determine the cost of similar building of plinth area 135 meter square to be constructed in the same locality by plinth area method and volume rate method. നമുക്കിവിടെ ഒരു പ്ലിന്ത് ഏരിയ മെത്തേഡിലും വോളിയം റേറ്റ് മെത്തേഡിലും എന്ത് കാണാൻ പറഞ്ഞേക്കാണ്, ഒരു ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് കാണാൻ പറഞ്ഞേക്കാണ്. നമ്മൾ തുടക്കത്തിൽ നോക്കാം. 100 മീറ്റർ സ്ക്വയറിന് 95,000 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്, പ്ലിന്ത് ഏരിയ മെത്തേഡും അതുപോലെ തന്നെ വോളിയം റേറ്റ് മെത്തേഡും. ഫസ്റ്റ് പ്ലിന്ത് ഏരിയ ആണ്. പ്ലിന്ത് ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വരും. ക്യൂബിക് അല്ലെങ്കിൽ ക്യൂബിക് കണ്ടന്റ് മെത്തേഡ് അല്ലെങ്കിൽ വോളിയം റേറ്റ് മെത്തേഡ് എന്ന് പറയാം. ക്യൂബിക് എന്ന് ഉദ്ദേശിക്കുന്നത് വോളിയാന്ന് മനസ്സിലാക്കാം. അപ്പം വോളിയം എന്ന് വെച്ചിട്ടായിരിക്കും L/B ഹൈറ്റ് ആയിട്ട് വരാം. അതിൽ നമുക്ക് ചിലപ്പോൾ രണ്ട് മെത്തേഡ് ചെയ്യാൻ പറയുമ്പോൾ പ്ലിന്ത് ഏരിയയിൽ നിന്ന് വോളിയം റേറ്റിലോട്ട് പോകേണ്ടി വരും. അപ്പം നമുക്ക് ഓൾറെഡി പ്ലിന്ത് ഏരിയയിൽ ഹൈറ്റ് മാത്രമാണ് എക്സ്ട്രാ എടുക്കേണ്ടി വരുള്ളൂ. കാരണം എന്താ, L/B എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി പ്ലിന്ത് ഏരിയയിൽ കിട്ടി. ക്യൂബിക് കണ്ടന്റ് മെത്തേഡിലോ അല്ലെങ്കിൽ വോളിയം റേറ്റ് മെത്തേഡിൽ നോക്കുമ്പോൾ ഹൈറ്റ് മാത്രം ആവശ്യം വരുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോവാം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 135 മീറ്റർ സ്ക്വയർ, അതായത് 100 മീറ്റർ സ്ക്വയറിൽ 95,000 rupees വന്നു. എവിടെ? ഒരു ലൊക്കാലിറ്റിയിൽ. നമ്മളോട് പറഞ്ഞേക്കാണ് അതേ ബിൽഡിങ് 135 മീറ്റർ സ്ക്വയറിന് ആണ് പണിയണേന്നുണ്ടെങ്കിൽ എത്ര രൂപ വരും എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോകുമ്പോൾ 100 മീറ്റർ സ്ക്വയറിന് 95,000 rupees ആണ്. അങ്ങനെ വരുമ്പോൾ 1 മീറ്റർ സ്ക്വയറിന് എങ്ങനെയായിരിക്കും? 95,000 ഡിവൈഡ് ബൈ 100 ചെയ്തപ്പോൾ 950 rupees കിട്ടി. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? 135 മീറ്റർ സ്ക്വയറാണ്. അതായത് 1 മീറ്റർ സ്ക്വയറിന് 950 ആണെന്നുണ്ടെങ്കിൽ 135 എങ്ങനെയായിരിക്കും? 950 × 135 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? പ്ലിന്ത് ഏരിയ മെത്തേഡിൽ അതിൻ്റെ റേറ്റ് കിട്ടി. ഇനി നെക്സ്റ്റ് വോളിയം റേറ്റിലോട്ട് പോകുമ്പോൾ എന്ത് വേണം? എക്സ്ട്രാ ഹൈറ്റും കൂടി കാണണം. നോക്കാം. വോളിയം റേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ക്യൂബിക് കണ്ടന്റ് മെത്തേഡിൽ നമുക്ക് L/B എന്ന് പറയുന്നത് എന്താണ്? ഏരിയ. അതൊക്കെ പ്ലിന്ത് ഏരിയയിൽ ഏരിയ കിട്ടി. നമുക്ക് ഇങ്ങനെ എക്സ്ട്രാ ഹൈറ്റ് കിട്ടിയാൽ മതി. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്രയാണ്? 3.5 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാരപ്പറ്റ് വാളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റർ അഥവാ 0.8 മീറ്റർ. നമ്മളെപ്പോഴും പാരപ്പറ്റിൻ്റെ ഹാഫ് ഹൈറ്റ് മാത്രം എടുക്കുള്ളൂ. അതാണ് നമ്മളോട് എടുത്തേക്കുന്നത് 0.8/2 എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കിട്ടി. ദെൻ വോളിയം എങ്ങനെ കാണും? പ്ലിന്ത് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്. അതായത് പ്ലിന്ത് ഏരിയ നമുക്ക് എത്ര കിട്ടിയത്? പ്ലിന്ത് ഏരിയ നമുക്ക് കോസ്റ്റിൽ എത്ര തന്നിട്ടുള്ളത്? നമുക്ക് 100 മീറ്റർ സ്ക്വയർ തന്നെ. അപ്പോൾ ഇവിടെ 100 മീറ്റർ സ്ക്വയർ പ്ലിന്ത് ഏരിയയ്ക്ക് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് കൊടുത്തപ്പോൾ 390 കിട്ടി. അതായത് നമ്മുടെ വോളിയം എത്ര കിട്ടി? 390 മീറ്റർ സ്ക്വയർ കിട്ടി, മീറ്റർ ക്യൂബ് കിട്ടി. ഫോർ 390 മീറ്റർ ക്യൂബിനാണ് നമുക്ക് ഇവിടെ എത്ര തന്നിട്ടുള്ളത്? 95,000 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 390 മീറ്റർ ക്യൂബ് ഈസിക്കൽ ടു 95,000. ദെൻ 1 മീറ്റർ ക്യൂബിന് എങ്ങനെയായിരിക്കും? ഈ 95,000 ഡിവൈഡ് ബൈ 390 ചെയ്തപ്പോൾ നമുക്ക് അത് കിട്ടി. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഫോർ ബിൽഡിംഗ് നമുക്ക് എത്ര കണ്ടുപിടിക്കേണ്ടത് ശരിക്കും? 135 മീറ്റർ സ്ക്വയർ. സോ 1 മീറ്റർ ക്യൂബിന് എത്രയാണ്? 243.59 നമുക്ക് ആൻസർ കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു എത്രയാണ്? ഇത് ഈ വാല്യൂ കൊടുത്താൽ മതി. നമ്മുടെ ഹൈറ്റ് എത്രയാണ്? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഫോർ നമുക്ക് എത്ര മീറ്റർ ക്യൂബിൻ്റെ കണ്ടുപിടിക്കേണ്ടത്? 135ൻ്റെ. അതിൽ 135 × 3.9 എന്ന് പറയുന്നത് ഹൈറ്റാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടി 526.5 ആണ്. അത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വോളിയം റേറ്റിലുള്ള വാല്യൂ കിട്ടും.